ഹായ് ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ടൈറ്റാനിക് അമ്യൂസ്മെൻറ്റിൽ വെച്ചിട്ടാണ് ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. വളരെ സുന്ദരമായിട്ടുള്ള ഒരു ദിവസം, അല്ലെങ്കിൽ നമുക്കൊരു വൈകുന്നേരം 4 മണിക്കാണ് ഇവിടെ തുടങ്ങുന്നത്. 4-4:30 ആകുമ്പോഴാണ് തുടങ്ങുന്നത്. ഈവനിങ് വരെ ഉണ്ട്. പാട്ട് പാടുന്നതായിരിക്കും ഇതിന്. എടാ പാട്ട് പാടാം. നീ പാടുന്ന ഒരു പ്രണയഗാനം മാത്രമേ പാടും. രണ്ട് അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. അന്തിവയിൽ കനലെറിഞ്ഞു, ആ മൺകൂണിൽ ഞാൻ നനഞ്ഞു. മഴ ചായുമീ. ബാക്കി അറിയില്ല. അടിപൊളി. പാടുന്ന സമയത്ത് നിന്നെ നോക്കിയിട്ട് ഒരു ആക്ഷൻ കണ്ടായിരുന്നോ? മഴ ചാരുമീ.
ശരി, അപ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ വന്നവരാണ്. ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാം. ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനൽ ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൻ്റെ പേര് ഇമേജ് മൊബൈൽ കിസ് എന്നാണ്. അപ്പോൾ നേരത്തെ 3 പേര് ഇങ്ങനെ സമ്മാനം വാങ്ങിച്ച് പോകുന്ന കണ്ടായിരുന്നില്ല. അതുപോലെ 3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ 3 സമ്മാനങ്ങൾ തരാം. ഓക്കെ, ഒരു ടീമായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല, എന്തായാലും ടീമായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ടീമായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, നോക്കാം, ക്ലൂ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 3 റൗണ്ട് ഉണ്ട്. തിരക്കില്ലല്ലോ, ഒരു 5 മിനിറ്റ്. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ട്. ചെസ്സൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ? ചെസ്സ് അങ്ങനെ കളിക്കുന്ന ആൾക്കാരുണ്ടോ? കളിക്കാറുണ്ടോ? അല്ല, ക്ലബ്ബിൽ നിന്നൊക്കെ. സമയത്ത് അവിടേക്ക് പോവാം. ഒരു കുഴപ്പമൊന്നുമില്ല. ഇമേജ് അവിടെ പോയിട്ടുണ്ടോ? ഇമേജിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഓക്കെ, സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ട്. കൂൾ ഡ്രിങ്ക്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കൂടുതലായിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ്? കൂൾ എന്തായിരിക്കും? വാട്ടറില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത്. ഐസ്ക്രീംസ് ആണോ കൂടുതൽ ഇഷ്ടം? ഐസ്ക്രീംസ് കൂടുതൽ ഇഷ്ടം. നമ്മൾ ഓരോ രാജ്യത്തിനും അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ചരിത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഓരോ ദേശീയ പാനീയങ്ങളുണ്ട്. അവരുടേതായിട്ടുള്ളൊരു സ്പെഷ്യൽ എന്ന് പറയുന്ന കുടിക്കാനൊക്കെ പറ്റുന്ന സാധനമുണ്ട്. ഈ പാകിസ്ഥാൻ്റെ ദേശീയ പാനീയമായി തീരുമാനിച്ചത് ഏത് പാനീയത്തെയാണെന്ന് അറിയാമോ? വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കണ്ണൂരൊക്കെ വളരെ കാണുന്നതാണ്. അതായത് പാകിസ്ഥാൻ്റെ ദേശീയ പാനീയമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഏത് പാനീയത്തെയാണെന്നുള്ളത്. ഒരു ക്ലൂ തരാം. ഇത് കൂടുതൽ കാണുന്നത് തെരുവോരങ്ങളിലാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണാം. നാട്ടിൻപുറങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രകളിൽ ചിലപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കാണാം. കരിക്ക് പറയാൻ പറ്റൂലല്ലോ. കരിക്കെന്ന് പറയാൻ പറ്റില്ല. ഏതാണ്ട് കടുത്തെത്തിട്ടോ. ഒരു ജ്യൂസ് ടൈപ്പ് ഉള്ള ഒരു സാധനമാണ്. ജ്യൂസ് ടൈപ്പാണ്. പറഞ്ഞോ. കുൽഫി എന്ന് പറയും. അത്രയൊന്നും ചിന്തിക്കണ്ട. മറ്റേ സാധനം അതേതോ? വാട്ടർമെലൺ എന്ന് പറയും. സിമ്പിളാണ്. ഒരു അവസരം കൂടി ഞാൻ തരികയാണ്. അതായത് പാകിസ്ഥാൻ്റെ ദേശീയ പാനീയം എന്ന് പറയപ്പെടുന്നത് എന്തിനെയാണ്? അത് നമ്മുടെ കേരളത്തിൽ വളരെ സുലഭമായിട്ട് കാണാം. യാത്രകളിലൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ കാണാം. നമ്മളത് കുടിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ കരിമീൻ ജ്യൂസ് എന്ന് പറയുന്നു. പിന്നെ കരിക്കെന്ന് പറയുന്നു. പനങ്കളോ? അല്ല, അത് കുഴപ്പമില്ല. ഇത് വരട്ടെന്ന് കൂട്ടാനും കരിമീൻ ജ്യൂസിൽ ഉറച്ചു വെക്കുന്നു. തേങ്ങ ഉണ്ടാവും. പാകിസ്ഥാനിൽ തേങ്ങ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് പറഞ്ഞിരിക്കുന്നത് കരിമീൻ ജ്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ദേശീയ പാനീയം കരിമീൻ ജ്യൂസ്. റൈറ്റ് ആൻസർ. കാരണം ഒന്ന് വളരെ സ്പീഡാക്കുന്നത് നിങ്ങൾക്ക് ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതുകൊണ്ടാണ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ബാഗ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. മലയാളിയുടെ യഥാർത്ഥ സ്വഭാവം എത്തി നോക്കുക കേട്ടോ എന്താണെന്നുള്ളത്. ഞാൻ മൂന്നാമത്തെ റൗണ്ടിൽ ചോദ്യം ചോദിച്ച് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ ബമ്പർ സമ്മാനം തരാം. ബാഗ് നൽകുന്ന കുറച്ചുകൂടി വലിയൊരു സമ്മാനം. ഉത്തരം പറയുന്ന തെറ്റാണെങ്കിൽ ഈ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഇപ്പൊ പിന്മാറുകയാണ് നീ. ഇത് ചുരുട്ടി വീഡിയോ പോലെ ആക്കിയല്ലടാ. അതായത് ഇപ്പോൾ പിന്മാറുകയാണെങ്കിൽ ഈ സമ്മാനം കൊണ്ട് തിരിച്ചു പോവാം. അതായത് പറ്റുമെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം.
എന്ത് പറയുന്നു? തിരുവനന്തപുരം. പാലക്കാട്. 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 ഒരു മിനിറ്റ് പറയാം. പിന്നെ ദൂരത്തൊക്കെ ഒരുപാട് പേര് എത്തും. കുറേ ഫ്രണ്ട്സും എല്ലാവരും ക്ഷണിക്കാറുണ്ടോ? ദൂരത്തുള്ള ആൾക്കാരൊക്കെ ക്ഷണിക്കാറുണ്ടോ? ഫ്രണ്ട്സിനെയും വീട്ടുകാരെല്ലാം വരും. പേരെന്താണ്? വേദാലക്ഷ്മി. വേദലക്ഷ്മി എത്രയിലാണ് പഠിക്കുന്നത്? 4. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അരീക്കോട് സൗത്ത് യു. ഓക്കെ, പരീക്ഷ പേപ്പറൊക്കെ കിട്ടിയോ? എല്ലാത്തിലും പാസ്സായോ? എന്നിട്ട് എന്ത് വാങ്ങിച്ചു തന്നു? എല്ലാത്തിലും നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് എന്ത് വാങ്ങിച്ചു തന്നു? മിൽക്കി ബാർ. ആഹാ, മിൽക്കി ബാറിൽ ഒതുക്കി കളഞ്ഞല്ലേ? ചെറിയൊരു മിൽക്കി ബാറിലൊക്കെ ഒതുക്കി കളഞ്ഞേ. ഓക്കെ, മോൻ്റെ പേരെന്താണ്? വേദി കൃഷ്ണ. വേദിക് കൃഷ്ണ. ഓക്കെ, എത്രയാണ് പഠിക്കുന്നത് വേദിക്ക്? 6ാം ക്ലാസ്. 6ാം ക്ലാസ്. ഒരേ സ്കൂളിലാണോ പഠിക്കുന്നത്? ഓക്കെ, ചേച്ചിയുടെ പേര്? പ്രിയങ്ക. ഓക്കെ, ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചേച്ചി? ഒന്നും ചെയ്യുന്നില്ല. Okay. എത്ര വർഷം ഈ മത്സ്യബന്ധനം അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ +2 കഴിഞ്ഞ സമയത്ത് ആദ്യം ഈ ബോട്ടിൻ്റെ എല്ലാം ഇലക്ട്രിക്കൽ വർക്കായിരുന്നു. പിന്നെ അത് പിന്നെ വിട്ട് ഇപ്പം അതിൻ്റെ ഈ GPS അങ്ങനെയുള്ള ഇൻസ്റ്റലേഷൻ അത് ചെയ്തിട്ട് അതിനോട് വെച്ചിട്ട് ഈ മീൻ്റെ ബിസിനസ് രണ്ടും ഇതൊക്കെ എവിടെയായിരുന്നു പഠിച്ചത്? ആർമല ഹയർ സെക്കൻഡറി സ്കൂളിലെ VHC. ഒരു 3 ചോദ്യം ഞാൻ ചോദിക്കാം. 3 ടീമായിട്ട് ഉത്തരം പറയാം. ഉത്തരം പറഞ്ഞാൽ ഞാൻ 3 സമ്മാനങ്ങൾ തരാം. സമ്മാനങ്ങൾ കൊണ്ട് തിരിച്ചു പോകാം. എന്നിട്ട് പാട്ട് പാടി തരുമോ? ശരി. അപ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ടിൽ ചെറിയൊരു ചോദ്യമാണ്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. എൻട്രി റൗണ്ടിൽ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം. ചോദ്യം GKയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ട്. നമ്മൾ മരത്തടിയില്ലേ, ഞാൻ ഒരാൾക്കായിട്ട് സമ്മാനം ചെയ്ത് 4 പേർക്കും തരാം കേട്ടോ. കണ്ണൂർ കാൾടെക്സിൽ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. എന്തെങ്കിലും ഒരു ഇയർഫോൺ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു
ഏതായിരിക്കും ഉള്ളത്? പറ, ഉറക്കെ പറ. തമിഴ്നാട്. തമിഴ്നാടെന്ന് പറയുന്നു. കർണാടക. കർണാടക എന്ന് പറയുന്നു. പറഞ്ഞോ നിന്റെ ഇതില് പറഞ്ഞോ. ഞാൻ കർണാടക. കർണാടക പറയും. 3 പേര് കർണാടക, ആള് പറയുന്നത് തമിഴ്നാടെന്നാണ് പറയുന്നത്. തമിഴ്നാടെന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് കർണാടക, നമുക്ക് ഒറ്റ വാക്ക് അതിലേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുമോൾ ഉത്തരം പറഞ്ഞാൽ സമ്മാനം കൊടുക്കണ്ടേ? കണ്ടു പഠിക്കണം. തമിഴ്നാടാണ് കേട്ടോ. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ഇത് കൊടുക്കരുത് കേട്ടോ. ഇത് ഒളിപ്പിച്ച് വെച്ചേക്കണം വീട്ടിലെത്തിയിട്ട്. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനമാണ്. ഓക്കെ, ഇനി ഒറ്റൊരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ വേറൊരു വിഷമം എന്ന് പറഞ്ഞാൽ 3ാമത്തെ റൗണ്ടിൽ ഞാനൊരു ചോദ്യം ചോദിച്ച് ഉത്തരം പറയുകയാണെങ്കിൽ വലിയൊരു സമ്മാനം ഞാൻ തരാം. പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ഈ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഇപ്പോൾ പിന്മാറുകയാണെങ്കിൽ ഈ സമ്മാനം കൊണ്ട് പിന്മാറാം. എന്ത് ചെയ്യുന്നു? 3ാമത്തെ റൗണ്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തും? 3ാമത്തെ റൗണ്ടിൽ വേറെ ചോദ്യം ചോദിക്കും. 3ാമത്തെ റൗണ്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുന്നു? ഉത്തരം തെറ്റാണെങ്കിൽ ഈ സമ്മാനം എനിക്ക് തിരിച്ചു തരേണ്ടി വരും. 3ലേക്ക് പോവാം. അല്ല, ഇത് മതിയോ? 3ലേക്ക് പോകുന്നില്ല. തേർഡ് റൗണ്ട് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. ഈ ചോദ്യം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടൊക്കെ തോന്നും. ഒന്നുമില്ല, സിമ്പിളാണ് കേട്ടോ. ഈ ചോദ്യം അയച്ചു തന്നിരിക്കുന്നത് നമ്മുടെ മുത്തത്തി എന്ന് പറയുന്ന സ്ഥലം, പയ്യന്നൂർ മുത്തത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ജലജ എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് ഞങ്ങൾക്ക് ചോദ്യം അയച്ചത്. ശ്രദ്ധിച്ചിട്ടോ ചോദ്യം. 1936 ബെർലിൻ ഒളിമ്പിക്സ് അറിയാലോ, ഒളിമ്പിക്സിൽ ഒരു പ്രദർശന മത്സരമായി ആദ്യമായി അരങ്ങേറിയ ഈ കായിക വിനോദം അന്ന് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ അമരാവതിയിലെ ഹനുമാൻ വ്യായാം പ്രസാദ് മണ്ഡലത്തിലെ അംഗങ്ങളായിരുന്നു. ഒരുപാട് പേര് ചേർന്നിട്ടായിരുന്നു ഈ ഒരു സംഭവം ചെയ്തിരുന്നത്. ഏതാണ് ഈ കായിക വിനോദം എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം കേൾക്കുമ്പോൾ ഭയങ്കരം തോന്നും. ഒന്നുമില്ല, ഇല്ല ഇല്ല. 36 കാലഘട്ടത്തിൽ, 1936 കാലഘട്ടത്തിൽ ബെർലിൻ ഒളിമ്പിക്സിൽ ഒരു പ്രദർശന മത്സരമായി, ഒരു വെറും പ്രദർശന മത്സരമായിരുന്നു അന്ന്. ഓക്കെ, ഈ ഒരു കായിക വിനോദം അന്ന് അവിടെ അവതരിപ്പിച്ചത് മഹാരാഷ്ട്രയിലെ അമരാവതിയിലെ ഹനുമാൻ വ്യായാം പ്രസാദ് മണ്ഡലത്തിലെ അംഗങ്ങളായിരുന്നു. അതല്ല, കുറേ പേര്, ഒരു വ്യക്തിയല്ല, ഈ ഒരു ഗ്രൂപ്പാണ് ഉണ്ടാവുക. 36 കാലഘട്ടമാണ്. അന്നും വേറെ ഒന്നുകൂടി പറയാം, ഈ കായിക വിനോദം ഇന്നും നമ്മുടെ നാട്ടിൽ വളരെ സജീവമായിട്ട് ഉണ്ടാവാറുണ്ട്. കുട്ടികളും അതിൽ പങ്കെടുക്കാറുണ്ട്, മുതിർന്നവർ പങ്കെടുക്കാറുണ്ട്. ഇത് വലിയ ഗെയിമായിട്ട് നടത്താറുണ്ട്, ഇത് ഭയങ്കരമായ മത്സരമായി നടത്താറുണ്ട്, ഇത് ടൂർണമെൻറ്റായി നടത്താറുണ്ട്. ഇതാണ് ചോദ്യം. ഇപ്പം ഈ ഒളിമ്പിക്സിൽ ഇതില്ല. ഇല്ല ഇല്ല, ഒളിമ്പിക്സിലില്ല. ഭയങ്കര അയ്യോ, കബഡിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് കബഡി പങ്കെടുത്തു? സ്കൂളിൽ കബഡി ഒന്നുമില്ല. അല്ല, പിള്ളമാർ കൂടി ഇങ്ങനെ രസമായിട്ട്. ഇപ്പോഴത്തെ കബഡിക്ക് അടിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഇതില് കബഡി നമ്മളെ നാട്ടിലും മറ്റേ മൊബൈലിലൊക്കെ ഇല്ല. നമ്മളെ സ്കൂളിലും നാട്ടിലൊന്നും കബഡി കളി ഇല്ല. കാസർഗോഡ് ഭാഗത്തെല്ലാം ഉണ്ട്. മത്സരമായിട്ട് ടൂർണമെൻ്റായിട്ട് നടക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് കബഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 36 കാലഘട്ടത്തിൽ വെറും പ്രദർശന മത്സരമായിട്ട് മാത്രം ആരംഭിച്ചത്. ഇന്നും വളരെ സജീവമാണ്. പറഞ്ഞിരിക്കുന്നത് കബഡി എന്ന് പറയുന്നു. കബഡി എങ്ങനെയാ പറയുന്നത്? കബഡി 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 കബഡി. പറഞ്ഞല്ലേ. ഇപ്പം കാണുമ്പോൾ നമ്മൾ ആദ്യം ധരിച്ചിരുന്നതെന്ന് വെച്ചാൽ ഈ ശ്വാസം വിടാൻ വേണ്ടി പറയണമെന്നാണ് ധരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ടൂർണമെന്റ് പ്രോ കബഡി എല്ലാം കാണുമ്പോൾ അത് മാറ്റാം. അങ്ങനെയൊന്നും ഇല്ല. പറഞ്ഞിരിക്കുന്നത് കബഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കബഡി എന്നുള്ളത് റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന കണ്ണൂരിലെ ഏറ്റവും വലിയ ഷോറൂമാണ്. ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. ഓക്കെ, ഹാപ്പി ആണല്ലോ എല്ലാവരും? ഓക്കെ, അപ്പോൾ എന്താ വാങ്ങിച്ചു കൊടുത്ത മത്സരത്തിൽ ജയിച്ചിട്ട്? ചോക്കോബാറോ?
ഓ മിൽക്കി ബാർ വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങനെ അഡ്ജസ്റ്റ്. ഇപ്പോൾ പോണ നോക്കിൽ നല്ല ബിരിയാണിയൊക്കെ കഴിക്കും. ബിരിയാണി കഴിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, ഈ സമ്മാനം കൂടി കിട്ടിയില്ലേ? അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും സന്തോഷം. നന്നായിട്ട് പഠിക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കണം, അച്ഛനമ്മയും നന്നായിട്ട് നോക്കണം. ഓക്കെ, താങ്ക് യു. ഇമേജ് മൊബൈൽ ഗീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത് ടൈറ്റാനിക്കിൽ വെച്ചിട്ടായിരുന്നു. ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കുവാനുള്ള സുന്ദരമായിട്ടുള്ളൊരു അമ്യൂസ്മെൻ്റാണ് ടൈറ്റാനിക്. എനിക്ക് തോന്നുന്നു ഇത്രയും കാലം വന്നതിൽ വെച്ച് ഒരു DJ അമ്യൂസ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഒരു സമ്മാനം കൂടിയാണ് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ടൈറ്റാനിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വരണം. 24-ാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിനുള്ളിൽ വരണം, എല്ലാവരും ആസ്വദിക്കണം. മക്കളെയൊക്കെ കൂട്ടി, ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് മനോഹരമായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറ്റുന്ന സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ടൈറ്റാനിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ചിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡും ഈ എപ്പിസോഡൊക്കെ ഞങ്ങൾ ചിത്രീകരിച്ച് ഒരുപാട് പേരെ പരിചയപ്പെട്ടു, ഒരുപാട് പേരെ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റി, സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റി. അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങൾ അയച്ചിരുന്ന ചോദ്യമാണ് മത്സരാർത്ഥികളോട് ഞങ്ങൾ ചോദിക്കുക. ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ ചോദ്യം ആരാണോ അയച്ചിരുന്ന അവർക്കുള്ളതാണ് സമ്മാനം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ.